ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചീരു ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അങ്ങനെ വിനയൻ റൂമിലേക്ക് വന്ന ശേഷം ചീരുവിനെ ഉണർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ചീരു നീ ഉറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ആ വിനയേട്ടാ, അപ്പോൾ നീ എന്നെ കാത്തിരുന്ന് ഉറങ്ങിയതാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ കാത്തിരുന്നിട്ടൊന്നുമില്ല, എനിക്ക് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. വിനയേട്ടൻ പെട്ടെന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുമ്പോൾ മതി ചീരു ഉറങ്ങിയത്, നമുക്ക് ഉണർന്നിരിക്കാം എന്ന് പറഞ്ഞ് ചീരുവിൻ്റെ അടുത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരു പറയണേ, ഇല്ല വിനയേട്ടാ, എനിക്ക് തീരെ സുഖമില്ല, ഞാനിപ്പോൾ തനിച്ചല്ല, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ചീരു, നീ എൻ്റെ അടുത്തേക്ക് വായോ, നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിച്ചിരിക്കാം, പിന്നെ നിൻ്റെ ക്ഷീണമൊക്കെ എൻ്റെ സ്നേഹം കൊണ്ട് ഇല്ലാതായിക്കോളും എന്ന് പറയുമ്പോൾ ചീരു പറയണേ, എനിക്ക് തീരെ സുഖമില്ലാഞ്ഞിട്ടാണ് വിനയേട്ടാ, നിങ്ങളെന്താ ആണുങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, ഈ സമയത്ത് എത്രമാത്രം അധികം ശാരീരികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അതൊന്ന് ചിന്തിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ വിനയൻ വീണ്ടും ചീരുവിനങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, ഞാൻ സാധാരണ എല്ലാ ആണുങ്ങളെ പോലെയല്ലല്ലോ, നീ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് എത്ര ദിവസമായി, എനിക്ക് ചീരു അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് ചീരുവിനെ വിനയം കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചീരുവിനങ്ങ് ദേഷ്യം വരികയാണ്, ഞാനതിന് ഇനിയും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴും വിനയൻ അത് കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ചീരുവിനെ ബലം പിടിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചീരുവിന് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ചീരു മാറുന്ന സമയത്ത് വീണ്ടും വിനയൻ അങ്ങ് ചേർത്ത് പിടിക്കുമ്പോൾ പെട്ടെന്ന് ചീരു കട്ടിലിൽ നിന്നും വയറിടിച്ച് താഴേക്ക് വീഴുകയാണ് കേട്ടോ. അതോടുകൂടി വിനയം പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ്. അയ്യോ, എല്ലാം കൈവിട്ടു പോയല്ലോ, എന്നോട് ക്ഷമിക്ക് ചീരു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ എന്നെ തന്നെ സ്വയം മറന്നുപോയി, എന്നോട് ക്ഷമിക്ക്, എനിക്ക് മാപ്പ് തായോ എന്ന് പറയാണ്. അപ്പോഴൊക്കെ ചീരു വേദന സഹിക്കാൻ വയ്യാതെ പൊളയുകയാണ്. അങ്ങനെ ചീരുവിനെ അങ്ങ് ബെഡിലേക്ക് വാരിയെടുത്ത് കിടത്തുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, മോളെ ചീരു, എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, എന്നോട് മാപ്പാക്ക്, എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ ചീരുവിനോട് പറയുമ്പോഴും ചീരു വല്ലാതെ വേദന കൊണ്ടങ്ങ് പൊളഞ്ഞു കരയുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ ചീരുവിനോട് മാപ്പ് ചോദിക്കുകയാണ് വിനയൻ. അങ്ങനെ ചീരുവിൻ്റെ ബോധം അങ്ങ് പോവുകയാണ്. അതോടുകൂടി വിനയൻ ആകെ പേടിക്കുകയാണ്. എല്ലാം കൈവിട്ടു പോയല്ലോ ഈശ്വര, എല്ലാം ശരിയായതായിരുന്നു, എൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടാണല്ലോ ഇത് സംഭവിച്ചത് എന്ന് സ്വയം വിനയൻ പറയുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മേ, രഘുവേട്ട, അമ്പിളി ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് നേരെ ഹോളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ചീരുവിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അങ്ങനെ ഡോക്ടർ പുറത്തേക്ക് വന്ന ശേഷം അമ്പിളിയും രഘുവും ദാസാറും വിനയനും ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട്, ചീരുവിന് ബോധം വന്നോ എന്ന് ചോദിക്കുമ്പോൾ ബോധമൊക്കെ വന്നിട്ടുണ്ട്, കുഞ്ഞിനും ചീരുവിനും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, സ്കാനിങ് കഴിഞ്ഞാലാണ് എന്തെങ്കിലും പറയാൻ പറ്റൂ. അപ്പോൾ രഘു ചോദിക്കാൻ, ഞങ്ങൾക്ക് ചീരുവിനെ കണ്ടെന്നോ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ചീരുവിന് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് കേട്ടോ. അങ്ങനെ ദാസാർ പറയണേ, ഇനിയിപ്പോൾ അണ്ണനെ അറിയിക്കുന്നതല്ലേ നല്ലത്, മറ്റാരെങ്കിലും പറഞ്ഞ് അണ്ണൻ അറിയുന്നേക്കാളും നല്ലതല്ലേ എന്ന് പറയുമ്പോൾ അമ്പിളി പറയണേ, അതിന് മറ്റാർക്കും ഇത് അറിയില്ലല്ലോ, വിനയൻ്റെ വീട്ടുകാർക്കും നമ്മൾക്കും മാത്രമല്ലേ അറിയുകയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ രഘു പറയണേ, നീ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്ക്, അവിടെ നിൻ്റെ അമ്മയും അമ്മാവനും ആകെ ടെൻഷനായിട്ടിരിക്കുകയാവും വിനയ എന്ന് പറയട്ടോ. ആ, ഞാനിതാ ഇപ്പോൾ തന്നെ വിളിച്ചോളാം രഘുവേട്ട എന്നും പറഞ്ഞ് വിനയൻ അവരുടെ അടുത്ത് നിന്നും മാറി നിന്ന് അവർക്ക് ഫോൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പക്ഷേ വിനയൻ്റെ മനസ്സിൽ എങ്ങാനും ഇവരെല്ലാവരും ഞാൻ ചെയ്ത പ്രവൃത്തി അത് ഇവരെല്ലാവരും അറിയുമോ, പിന്നീട് ചീരു എന്നിൽ നിന്നും അകന്നു പോകുമോ എന്നുള്ള ടെൻഷനോട് കൂടി വിനയൻ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് സത്യൻ ഭാനുഅമ്മയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. എന്നിട്ട് ഭാനുഅമ്മയോട് സുശീലയും ഹർഷയും കൂടി ചെയ്ത കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഭാനുഅമ്മ പറയാണ്, സുശീലയ്ക്കും ഹർഷയ്ക്കും ഇപ്പോൾ ഗുണ്ടായിസവും തുടങ്ങിയോ, ഇനിയിപ്പോൾ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരെങ്ങാനും കേസ് കൊടുത്താലേ എന്ന് പറയട്ടോ. അപ്പോൾ സത്യം പറയാണ്, എന്തായാലും ഭാനുമ്മ ഏട്ടത്തിയെ കണ്ട് സംസാരിക്കണം, എന്നിട്ട് ഏട്ടത്തിയോട് കാര്യങ്ങളൊക്കെ പറയണം. ഭാനുമ്മ പറയണേ, ഇപ്പം തന്നെ അവളോട് അത് പറയണോ, അവിടെ എല്ലാവരും ഉള്ളതല്ലേ, ഇനിയിപ്പോൾ കേസെങ്ങാനും കൊടുത്താൽ സുശീലയും ഹർഷയും പോലീസുകാർ പിടിച്ചോണ്ട് പോകുമെന്ന് പറയുമ്പോൾ ആ, പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ പിടിച്ചോണ്ട് പോയിക്കോട്ടെ, എന്നാലെങ്കിലും അമ്മയ്ക്ക് ഒരു ബോധം വന്നാലോ എന്ന് പറയുമ്പോൾ ഭാനുമ്മ പറയണ, അങ്ങനെയല്ല, അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നാണക്കേടാണ്, അങ്ങനെ പോലീസുകാരൊന്നും പിടിച്ചോണ്ട് പോവണ്ട, അല്ലാതെ തന്നെ സുശീലക്കും ഹർഷയ്ക്കും എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാനുള്ള ഏർപ്പാട് നീ ചെയ്യണം, അല്ലാതെ പോലീസിനെ ഒന്നും ഇതിൽ ഇടപെടുത്തണ്ട എന്ന് പറയണ. അങ്ങനെ അനുപമയോട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഭാനുഅമ്മ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് സത്യൻ വീട്ടിലെത്തിയ ശേഷം ഇന്ദ്രൻ ചോദിക്കുകയാണ്, നീ എവിടേക്കാണ് പോയത്, നീ പോയ കാര്യം നടന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ, ഞാൻ പോയ കാര്യമൊക്കെ നടന്നിട്ടുണ്ട്, ഞാൻ കാണേണ്ട ആളെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അല്ല, ഇന്ദ്രേട്ടൻ എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ്, അച്ഛൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും കേസൊന്നും കൊടുക്കരുത് എന്ന് പറയാനാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ഏട്ടനയ്ക്ക് വേണ്ടിയിട്ട് ക്ഷമ ചോദിക്കാൻ പോകുന്നത്, കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുത്തോട്ടെ, ഏട്ടനെ കുറിച്ചോ ഏട്ടൻ്റെ ജീവിതത്തെ കുറിച്ചോ ഒന്നും തന്നെ
തന്നെ ചിന്തിക്കാതെ അമ്മ ചെയ്ത തെറ്റിനെക്കുറിച്ച് യാതൊരുവിധ ചിന്തയുമില്ലാത്ത അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഏട്ടൻ വെറുതെ കാല് പിടിക്കാനൊക്കെ പോകുന്നത്? ഒരു അന്വേഷണമൊക്കെ വരട്ടെ, അപ്പോഴാണ് അമ്മ പഠിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും പ്രതിഭ അകത്തു നിന്നും വരികയാണ്. അതൊക്കെ നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷേ ഇത് മറ്റുള്ളവരൊക്കെ അറിഞ്ഞാൽ ഞാൻ അമ്മയുടെ കൂടെ ചത്ത് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഞാൻ കൂട്ടുനിന്നിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി അമ്മയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ അത് നമുക്ക് എത്രത്തോളം നാണക്കേടാണ് ഉണ്ടാക്കുക? നമ്മൾ ജീവിച്ചിരുന്നിട്ട് പിന്നെ എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് ഈ കേസ് കൊടുക്കാതെ നോക്കേണ്ടത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഞാനോ നീയോ ആണ് ഈ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് ആളുകളൊക്കെ മറന്നുപോകും. പക്ഷേ അമ്മ ചെയ്ത ഈ തെറ്റ് ഒരിക്കലും ആളുകളുടെ മനസ്സിൽ നിന്നും പോവില്ല. അതുകൊണ്ട് ഞാൻ അനുവിൻ്റെ അച്ഛനെ പോയി കണ്ട് സംസാരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഒരു പോസ്റ്റ്മാൻ വരുന്നത്. എന്നിട്ട് ഒരു ലെറ്റർ കൊടുക്കുകയാണ് ഇന്ദ്രൻ്റെ കയ്യിൽ. അപ്പോൾ സത്യം ചോദിക്കുകയാണ്, എന്തായിട്ടാ വല്ല കേസുമാണോ എന്ന് ചോദിക്കുമ്പോൾ, ആ കേസൊക്കെ തന്നെയാണ്, പക്ഷേ അത് അനുപമ അയച്ച ഡിവോഴ്സ് ലെറ്റർ ആണെന്ന് വിഷമത്തോടു കൂടി ഇന്ദ്രൻ സങ്കടത്തോടു കൂടി പറയട്ടോ. അപ്പോഴത്തേക്കും സുശീല അകത്തു നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് സുശീല ഇത് ഇവളോടും ഇവളുടെ അച്ഛനോടും മാപ്പ് ചോദിക്കാനാണോ നീ എന്നോട് പറഞ്ഞത്? നീ ഇനി അത് പറയില്ല, പറയുമോ? അപ്പോൾ ഇന്ദ്രൻ പറയണ, ഇല്ല, ഞാനത് ആദ്യമേ തീരുമാനിച്ചതാണ്. അമ്മ ഇനി അവിടെ പോയി മാപ്പൊന്നും പറയാൻ വേണ്ടി പോവണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. എന്നിട്ട് വിഷമത്തോടു കൂടി ഇന്ദ്രൻ പറയുകയാണ്, എന്തായാലും അനുപമ തന്നെ ആദ്യം എനിക്ക് ഡിവോഴ്സ് ലെറ്റർ അയച്ചത് നന്നായുള്ളൂ, അത്രയും പണി എനിക്ക് കുറഞ്ഞു കിട്ടിയല്ലോ എന്നും പറഞ്ഞ് വിഷമത്തോടു കൂടി ഇന്ദ്രൻ ആ ഡിവോഴ്സ് ലെറ്റർ നേരെ സുശീലയുടെ കയ്യിൽ അങ്ങ് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അവിടെ നിന്നും സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇന്ദ്രൻ പോവുകയാണെന്ന് കേൾക്കുമ്പോൾ സുശീല പറയുന്നുണ്ട്, നീ ഒരു ആണാണെങ്കിൽ ആ തന്തയുടെയും അവളുടെയും മുന്നിൽ പോയി കാല് പിടിക്കരുത് എന്ന് പറയട്ടോ. അപ്പോൾ സത്യനങ്ങ് ദേഷ്യം വന്നിട്ട് സത്യം പറയണേ, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്ദ്രേട്ടൻ പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോവും. അത് അമ്മയ്ക്ക് വേണ്ടിയിട്ടും അവളുടെ ആ ഹർഷയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, ഈ വീടിനും എൻ്റെ ഇന്ദ്രേട്ടനും വേണ്ടിയിട്ടാണ്. അങ്ങനെ സത്യം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ സുശീല പിന്നെ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കാൻ കേട്ടോ. അങ്ങനെ ഇന്ദ്രൻ നേരെ പോവുകയാണ് സ്കൂട്ടി എടുത്തോട്ട്. സത്യനും പ്രതിഭയും നേരെ റൂമിലേക്കും പോവുകയാണ് കേട്ടോ. അപ്പോൾ സുശീല ഇനിയും എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. പിന്നീട് ചീരുവിനെ കുറിച്ചും വിനയനെ കുറിച്ചും വിനയൻ്റെ അമ്മയും അമ്മാവനും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. ലതികയും ലംബോദരനും കൂടി പറയുകയാണ്, അല്ല, ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ ചീരു, ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും കൂടി ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യമില്ലെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ, അതിന് വിനയൻ്റെ ഭാഗത്തുള്ള തെറ്റൊന്നുമല്ലല്ലോ, ഇത് ചീരുവിൻ്റെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അവർ തമ്മിൽ ഇനി പിരിയുകയൊന്നുമില്ല എന്ന് പറയട്ടോ ലംബോദരൻ. അപ്പോൾ ലതിക പറയണ, ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു, വിനയൻ അത് ഒരു ആൺകുഞ്ഞാണെന്ന് കരുതിയിട്ടാണ് ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് നടക്കുന്നത് തന്നെ. അപ്പോൾ ലംബോദരൻ പറയണ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, അത് വിനയനെ ഇനി പറഞ്ഞ് മനസ്സിലാക്കണം, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഒരു കുഴപ്പവും കൂടാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ ആൺകുഞ്ഞല്ല എന്ന് കണ്ടാൽ വീണ്ടും വിനയൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് പോവില്ലേ, അതുകൊണ്ട് നീ ഇപ്പം തന്നെ വിനയനെ അതൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം എന്ന് പറയട്ടോ. ലതിക പറയണേ, അതിന് എനിക്ക് എന്ത് കുഞ്ഞായാലും ഒരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞുങ്ങളെ കിട്ടിയാൽ മാത്രം മതി, പക്ഷേ വിനയൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഒരു ആൺകുഞ്ഞിനെ, ചീരുവിൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞ് ആൺകുഞ്ഞാണെന്ന് തന്നെയാണ് അവൻ്റെ വിശ്വാസം എന്നൊക്കെ പറയുകയാണ്. പിന്നീട് രവി ഹർഷയെ താഴത്തും തലയിലും വെക്കാതെയാണ് കേട്ടോ നല്ലതുപോലെ സ്നേഹിച്ചിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്, ഓരോന്നും ചെയ്തു കൊടുക്കുന്നത്. ഹർഷയ്ക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കുന്നു, മരുന്നെടുത്ത് കൊടുക്കുന്നു. അതൊക്കെ കാണുമ്പോൾ ഹർഷ ചോദിക്കുകയാണ്, രവിയേട്ടൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ ഞാൻ എങ്ങനെ തിരിച്ചു വീട്ടുമെന്നാണ് ആലോചിക്കുന്നത് എന്ന് പറയുമ്പോൾ, നീ എനിക്ക് ഒരു തങ്കക്കുടം പോലത്തെ ഒരു കുഞ്ഞിനെ തന്ന് നമുക്ക് 3 പേർക്കും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാം, അതുമാത്രം മതി, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ എനിക്കിപ്പോൾ നിന്നെ ഇങ്ങനെയൊക്കെ പരിചരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് കഴിയണമെന്നില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരോട് ഇവിടെ നിൽക്കാൻ ഒരു സ്ത്രീയെ ഏർപ്പാടാക്കണം, അതിനു വേണ്ടി എത്ര പൈസ ചിലവായാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഹർഷ പറയണ, അതൊന്നും വേണ്ട, നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വേണം, ആ കുഞ്ഞിനെ ഒരു കുറവും വരുത്താതെ വേണം നമുക്ക് വളർത്താനെന്ന് പറയുമ്പോൾ, പൈസ കഴിഞ്ഞാലൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല, ഞാൻ നിന്നെയും കുഞ്ഞിനെയും പൊന്നുപോലെ ഞാൻ അധ്വാനിച്ച് ഞാൻ നോക്കും, ഇതിനൊന്നും എനിക്ക് ഒരു മടിയുമില്ല എന്ന് പറയുമ്പോൾ ഹർഷ പറയണ, ഞാൻ രവിയേട്ടനെ കുറിച്ച് മോശമായിട്ട് പലതും സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ രവി പറയണ, ഞാനും നിന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയിട്ടില്ലേ, നമ്മൾ അതെല്ലാം മറന്ന് ഇപ്പോൾ സ്നേഹത്തോടു കൂടി ജീവിക്കുകയാണ്, നമുക്കൊരു കുഞ്ഞ് ഇനി വരാൻ പോവുകയാണ്, അതുകൊണ്ട് ഇനി നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ 3 പേരും കൂടി സ്വസ്ഥതയോടു കൂടി ജീവിക്കണം, അതാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ കേട്ടോ. ആ സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. അപ്പോൾ രവി പറയണേ, നീ ജ്യൂസ് കുടിക്കുക, ഞാൻ ആരാണെന്ന് പോയി നോക്കട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ ഹർഷ പറയണേ, അത് ചിലപ്പോൾ സുശീല ആൻറ്റി എന്നെ കാണാൻ വേണ്ടി വന്നതാവും, രവിയേട്ടൻ അവരോട് ഒന്നും പറയരുത്, എന്നെ ഓർത്തിട്ടെങ്കിലും
അവരോടൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ രവി പറയണേ, ഞാൻ എന്തായാലും ആരോടും ഒന്നും പറയാനില്ല. നമുക്കിനി എല്ലാവരോടും സൗഹൃദത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും മുന്നോട്ട് പോകണം. അത്രമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞ് രവി കതക് തുറന്നതോടുകൂടി സത്യനെയും അനുപമയും കാണുമ്പോൾ, ആഹാ, നിങ്ങളാണോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സത്യൻ ദേഷ്യപ്പെട്ട് പറയുകയാണ്, എവിടെയാ ഹർഷ? അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവണ്ട എന്നുണ്ടെങ്കിൽ അവളോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ ഇന്നലെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഹർഷയ്ക്ക് ഇനി ടെൻഷൻ ആവുന്ന ഒരു കാര്യവും കേൾക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞേക്ക്. എന്താണ് പ്രശ്നം? അനുപമ, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എൻ്റെ പേരിൽ സ്ഥലം വാങ്ങാൻ വേണ്ടി അച്ഛൻ ബാങ്കിൽ നിന്നും പൈസ എടുത്ത് വരുന്ന സമയത്ത് ഹർഷയും ഇന്ദ്രേട്ടൻ്റെ അമ്മയും കൂടി ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുത്ത് എൻ്റെ അച്ഛൻ്റെ ബാഗ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. അതിനെക്കുറിച്ച് പറയാനാണെന്ന് പറയുമ്പോൾ രവി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്ത്, ഹർഷ അങ്ങനെകളെ ഏർപ്പാടാക്കി അനന്തമാഷിൻ്റെ ബാഗ് തട്ടിപ്പറിച്ചു എന്നങ്ങ് അതിശയത്തോടു കൂടി ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഹർഷ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. എന്നിട്ട് ഹർഷ, അയ്യോ രവിയേട്ടൻ എല്ലാം അറിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഹർഷ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് രവി ന്യായീകരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യനെയും അനുപമയെയും രവി അവിടെ നിന്നും പറഞ്ഞയക്കാണ്. അപ്പോൾ ഹർഷയ്ക്ക് ഈ സമയം സുശീല വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയണ, അനന്തമാഷിനെ കാണാൻ വേണ്ടി ഇന്ദ്രൻ പോയിട്ടുണ്ട്. അനന്തമാഷിൻ്റെ കാല് പിടിക്കണം എന്നുള്ളത് എന്നോട് സത്യനും ഇന്ദ്രനും പറഞ്ഞു. പക്ഷേ ഞാൻ ഒരിക്കലും അനന്തമാഷിൻ്റെ കാല് പിടിക്കില്ല. അങ്ങനെ അയാളുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വന്നാൽ എനിക്ക് പിന്നെ ഒരു മുഴം കയറിലങ്ങ് തൂങ്ങിച്ചാവുന്നതാണ് നല്ലത്. എന്നാൽ പോലും ഞാൻ അനന്തമാഷിൻ്റെ കാല് പിടിക്കാനും മാപ്പ് ചോദിക്കാനൊന്നും ഞാൻ പോവില്ല എന്ന് പറയട്ടോ. അങ്ങനെ ഹർഷ ഫോൺ വെച്ച ശേഷമാണ് അവിടേക്ക് മുരുകൻ വരുന്നത്. അങ്ങനെ മുരുകൻ രവിയുടെ മുന്നിൽ വെച്ച് തന്നെ ഹർഷയോട് പറയുകയാണ്, നിങ്ങൾ രണ്ട് സ്ത്രീകൾ ചേർന്ന് എനിക്ക് കൊട്ടേഷൻ തന്നു, എന്നിട്ടിപ്പോൾ പൈസ ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് തരാനും കഴിയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മുരുകൻ നേരെ സ്റ്റേഷനിൽ പോയിട്ട് ഈ കേസിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞാൽ രണ്ട് സ്ത്രീകളും അങ്ങ് അകത്താവും. അത് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് രവിയുടെ മുന്നിൽ വെച്ച് മുരുകൻ വെല്ലുവിളിക്കുന്നത്. ആ സമയത്തൊക്കെ ഹർഷ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് മുരുകൻ പറയാണ്, ഈ കേസിൽ അനന്തം മാഷ് പരാതി കൊടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരുമാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്. അപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. എന്നോട് വെറുതെ കളിക്കാൻ നിൽക്കണ്ട. തരാമെന്ന് പറഞ്ഞ പൈസ തന്നാൽ മാത്രമാണ് ഞാൻ നേരെ സ്റ്റേഷനിലേക്ക് പോവാതിരിക്കുകയുള്ളൂ എന്ന് പറയട്ടോ. അങ്ങനെ ഇനി രവി ആയിരിക്കും മുരുകനുള്ള പൈസ കൊടുക്കുക. ഹർഷ ഈ സമയത്ത് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നത് കുഞ്ഞിനെ കൂടി ബാധിക്കും എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് തന്നെ മുരുകന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ രവി കൊടുക്കുകയാണ്. പിന്നീട് ഇന്ദ്രൻ മാഷിനെ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് മാഷുമായിട്ട് സംസാരിക്കുകയാണ്. അന്ന് നിന്റെ അമ്മ പറയുന്ന വാക്കുകളെല്ലാം നീ വിശ്വസിച്ച് നിന്റെ കൂടെ അതുവരെ ഒപ്പം ജീവിച്ച ഭാര്യയെ നീ തള്ളി പറയുകയാണ് ചെയ്തത്. നിന്റെ അമ്മയെ എൻ്റെ മോൾ അനുപമ അടിച്ചു എന്നുള്ള കള്ളം നിന്റെ അമ്മ പറഞ്ഞപ്പോൾ അത് നീ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചു. എൻ്റെ മോൾ നിന്റെ കൂടെ അത്രയും കാലം ജീവിച്ചിരുന്നു. എൻ്റെ മോളെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് തന്നെ അവളുടെ സ്വഭാവം അറിയാം. എന്നിട്ട് പോലും നീ അവളുടെ ഭാഗത്ത് നിൽക്കുകയോ ഒന്നും ചെയ്യാതെ നിന്റെ അമ്മ പറയുന്ന ആ പച്ചക്കള്ളം അങ്ങ് വിശ്വസിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ട് എൻ്റെ മോളെ നീ തള്ളി പറയുകയാണ് ചെയ്തത്. എന്നിട്ട് വിനയൻ പാവത്തിൻ്റെ പോലെ അനന്തമാഷിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ മ്യൂച്വൽ ഡിവോഴ്സിന് എനിക്ക് ഒരു തടസ്സവുമില്ല. ഞാൻ അനുപമ അയച്ച ആ ഡിവോഴ്സ് ലെറ്റർ മ്യൂച്വൽ ഡിവോഴ്സിന് എനിക്ക് സമ്മതമാണ്. എനിക്ക് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മ അച്ഛൻ്റെ ബാഗ് തട്ടിപ്പറിച്ചതിൻ്റെ പേരിൽ അച്ഛൻ ഒരിക്കലും അതൊരു കേസാക്കരുത്. അമ്മയെ ഈ കേസിൽ നിന്നും ഒഴിവാക്കി തരണം. അതുമാത്രമാണ് എനിക്ക് അച്ഛനോട് അപേക്ഷിക്കാനുള്ളൂ. ഞാൻ എൻ്റെ അമ്മയെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തരണം. അനുപമ അയച്ച മ്യൂച്വൽ ഡിവോഴ്സിന് എനിക്ക് സമ്മതമാണ്. ഒരു തടസ്സവും ഞാൻ നിൽക്കില്ല. ഇന്ദ്രൻ പാവത്തിൻ്റെ പോലെ വിനീതമായിട്ടാണ് കേട്ടോ മാഷിനോട് സംസാരിക്കുന്നത്.